ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയ എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ സ്റ്റാലിനി ജോസഫിന്റെ വീട്ടിലെത്തിയ അലീനയും ബാലചന്ദ്രനും. സ്റ്റാലിനി ജോസഫ് ആളൊരു ഗൗരവക്കാരനാണെങ്കിലും മകളുടെ അടുത്ത് നന്നായിട്ട് സ്നേഹം പ്രകടിപ്പിക്കണമെന്നൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും ബാലചന്ദ്രന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന കൂട്ടത്തില് അലീനയ്ക്കും സ്റ്റാലിനി ജോസഫ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അലീന തയ്യാറാവാതെ നേരെ ഒരു പിണക്കത്തോട് കൂടിയിട്ട് പോവുകയാണ് ട്ടോ ചെയ്യുന്നത്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അലീനയ്ക്ക് കാര്യം മനസ്സിലായത്. കാരണം മുമ്പൊരിക്കൽ വീട്ടിൽ സ്റ്റാലിനി ജോസഫ് വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് അലീന കോഫിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ബാലചന്ദ്രൻ ഒരിക്കലും അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇത് സ്റ്റാലിനി ജോസഫ് ആണ്, ഇയാൾ തൻ്റെ അച്ഛനാണെന്നൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. ആ ഒരു പിണക്കവും ആ ഒരു സങ്കടവും നമ്മളെ അലീനയുടെ മുഖത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് സ്റ്റാലിനീനെ കണ്ടപ്പോൾ അയാളാണെന്ന് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങോട്ട് മാറി നിന്നത്. അങ്ങനെ ആ സമയത്ത് തന്നെ സ്റ്റാലിനി ജോസഫിന് എന്തോ പോലെയായി തോന്നിയപ്പോൾ ബാലചന്ദ്രന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവളോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനു പറയണം, നിങ്ങളല്ലേ അതൊക്കെ പറയേണ്ട ആള്, എന്നാലും ഞാൻ മുമ്പൊരിക്കലും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റാലിനി ജോസഫ് എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാളുടെ മകളാണ് നീ, അത് നിന്റെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കഥകളൊക്കെ അവൾ ഇവിടുന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചു, അതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളത് പറയാത്തത് കൊണ്ടാണ് മകൾ ഇങ്ങനെ പിണങ്ങിപ്പോയതെന്ന് പറയുമ്പോൾ, എന്ത് പിണക്കം, അവൾക്ക് അങ്ങനെ പിണക്കമൊന്നുമില്ല, ഞാൻ പോയി നോക്കട്ടെ, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കാതെ എന്ന് പറയുന്നുണ്ട് സ്റ്റാലിനി ജോസഫിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ. അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ പുറത്ത് നമ്മളെ അലീന നിന്ന് കരയുന്നുണ്ടായിരിക്കും. എന്നിട്ട് അച്ഛൻ എന്നെ പറ്റിച്ചില്ലേ, അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ഓരോ ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞു, അവിടെ വീട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞു എന്ന് വെക്കട്ടെ, പക്ഷേ അയാൾക്ക് അയാളുടെ മകളെ സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് വിഷമാവില്ലേ, അത് എനിക്ക് വിഷമാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. കാരണം അയാൾക്ക് അയാളുടെ ചുറ്റുപാട്, കുടുംബം, കുട്ടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് ഈ കല്യാണത്തിൻ്റെ മുൻപ് ഇങ്ങനൊരു മകളുണ്ടെന്ന് ആരും അത്ര അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യമൊന്നുമല്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അയാളെ വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം എൻ്റെ ശത്രുവായിട്ട് കഴിയേണ്ട ഒരാളാണ്, പക്ഷെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്ന് പറയുമ്പോൾ, അയ്യോ അച്ഛ സോറി, ഞാൻ എൻ്റെ ഭാഗം മാത്രം ചിന്തിച്ചുള്ളൂ, അച്ഛൻ്റെ ഭാഗം ഞാൻ ആലോചിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനു വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്, നീ അയാളുടെ ഭാഗത്തുനിന്നും കൂടി ചിന്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് അയാളുടെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് ബാലചന്ദ്രനോട് അതുപോലെ തന്നെ അലീനയുടെ അടുത്തൊക്കെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാം എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ വേണ്ട, എനിക്ക് തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ നിർബന്ധിക്കുന്നുണ്ട്. സ്റ്റാലിനി ജോസഫ് നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് പറയുന്നത്, ഇവിടുന്ന് കഴിച്ചേ പറ്റുള്ളൂ, ഒന്നും കഴിക്കാതെ പോകരുത്, നിങ്ങളൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് പോകണം എന്ന് പറയുമ്പോൾ അലീനയും പറയുന്നുണ്ട്, അച്ഛൻ പോവല്ലേ, അച്ഛൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ കഴിക്കാന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടേബിളിലിരുന്ന് അവർ കഴിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അതിൻ്റെ മുൻപ് അവിടുത്തെ പണിക്കാരുണ്ടല്ലോ, അതായത് എല്ലാ ജോലിക്കും അവിടെ ആളുകളുണ്ട്, അതായത് ഡ്രൈവർ ഉണ്ട്, പിന്നെ അടുക്കളയിൽ ജോലിക്കാരുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പുറംപണിക്ക് ആളുകളുണ്ട്. അങ്ങനെ എല്ലാത്തിനും ആ വീട്ടിൽ ജോലിക്കാരുണ്ട്. അത്രയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ബംഗ്ലാവ് തന്നെയാണത്. അപ്പോൾ ആ സമയത്ത് അടുക്കളയിൽ നിന്നിട്ട് ഈ അവിടുത്തെ പണിക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്, ഈ വന്ന പെൺകുട്ടി ആരാണ്, ഇങ്ങനെ ഇങ്ങോട്ട് പെൺകുട്ടികളൊന്നും വരാറില്ലല്ലോ, അയാൾ അങ്ങനെ പെൺകുട്ടികളൊന്നും കേണൽ സാറ് അടുപ്പിക്കാറില്ലല്ലോ, ഇത് എന്ത് പറ്റി ഇപ്പം, അയാളുടെ അതായത് അയാളുടെ മറ്റേ ഭാര്യയിലുണ്ടായിരുന്ന ആദ്യ മകളുമായിട്ട് ഈ ഒരു ചായ ഉണ്ട് ഈ കുട്ടിക്ക് എന്നൊക്കെ ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കുമോ, എങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ആരും സമ്മതിക്കില്ലല്ലോ, എന്തായിരിക്കും ഇവർക്ക് അറിയാഞ്ഞിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇവിടെയുള്ള പണിക്കാർക്ക് അലീന ആരാന്ന് അറിയാഞ്ഞിട്ട്. അങ്ങനെ അവരോട് ചായയൊക്കെ ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ടേബിളിലേക്ക് ഇവർ വന്നിരിക്കുന്ന സമയത്ത് അവിടുത്തെ ടേബിളും അതുപോലെ തന്നെ അവിടുത്തെ ഗ്ലാസ്, അതുപോലെ തന്നെ അവിടുത്തെ ഐറ്റംസ്, പിന്നെ പലഹാരങ്ങളെല്ലാം കണ്ടിട്ട് അലീനയ്ക്ക് ഷോക്കാവുകയാണ്. കാരണം അത്രമാത്രം അവിടുത്തെ സംഭവങ്ങളൊക്കെ അത്രയും നമ്മളെ കൺ തുറപ്പിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളാണ് അവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. ഇപ്പം ഇത്രയും വലിയൊരു വീട്ടിലേക്ക് അവൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ കയറി ചെല്ലുക, അതും സ്വന്തം അച്ഛനാണ്, പക്ഷേ സ്വന്തം അച്ഛനാണെന്ന് അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അച്ഛൻ ഇനി എങ്ങനെയായിരിക്കും അവളുടെ അടുത്ത് പെരുമാറുക, കാരണം അച്ഛൻ ഇത്രയും വലിയൊരു ആളാണ്, അപ്പോൾ അവളുടെ അടുത്ത് എങ്ങനെയായിരിക്കും പെരുമാറുക, ഇതൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബാലചന്ദ്രനും കൂടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ആ സമയത്ത്
അവിടെയുള്ള പണിക്കാരെയൊക്കെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് സത്യം പോലെ തന്നെയാണ് അയാൾ പറയുന്നത്. ഇതെൻ്റെ മകളാണ്. എനിക്ക് കല്യാണത്തിന് മുമ്പ് ആഗ്രയിൽ വെച്ച് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു. ആ പെണ്ണിൽ എനിക്കുണ്ടായ ഒരു മകളാണ് അലീന എന്നാണ് പേരെന്നൊക്കെ സത്യം പോലെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ഇതൊന്നും കേൾക്കുമ്പോൾ അത്ര അങ്ങോട്ട് സുഖിക്കുന്നില്ല. കാരണം അയാളുടെ ഭാര്യയെക്കുറിച്ചാണല്ലോ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് ബാലചന്ദ്രൻ്റെ മുഖം ഒന്ന് വല്ലായ്മ വന്നിട്ടുണ്ട്. ആ സമയത്ത് സ്റ്റാലിനി പറയുന്നുണ്ട്, നിങ്ങൾ ചായ കുടിക്കുക, ചായയുടെ ചൂട് പോയി പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ബാലചന്ദ്രൻ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു രംഗമൊന്നും ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. കാരണം അലീനയ്ക്ക് അത്രമാത്രം അത് സ്റ്റാലിനി ജോസഫും പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് അവളുടെ അച്ഛൻ. ഞാനിപ്പോൾ ഇനി അവളുടെ അച്ഛനായി വരുന്നേ ഉള്ളൂ. കാരണം നിങ്ങളല്ലേ അവളെ നോക്കിയത്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് അവളുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി തന്നെയാണ്. ബാലചന്ദ്രൻ്റെ ഓളം വരുന്നില്ല സ്റ്റാലിനി ജോസഫ്. അവൾക്കാണെങ്കിൽ അച്ഛനെ വിട്ട് പിരിയാനും ഭയങ്കര സങ്കടമുണ്ട്. ബാലചന്ദ്രനും പറയുന്നുണ്ട്, ഇനി ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർ എന്നോട് ചോദിക്കും. അവർക്ക് ഭയങ്കര വിഷമമല്ലേ, അതായത് 3 പിള്ളേരുണ്ടല്ലോ, അവർക്കും ഭയങ്കര വിഷമമല്ലേ, അവർക്ക് അലീനയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവരോടും ഞാൻ ഇനി എന്തു പറയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടുന്ന് ബാലചന്ദ്രനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് സ്റ്റാലിനി ജോസഫിൻ്റെ അടുത്ത് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ പറഞ്ഞതാണ്, എന്നാൽ പോലും വീണ്ടും പറയാം, ഒരിക്കലും വിഷമിപ്പിക്കരുത്. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ശല്യമോ ബുദ്ധിമുട്ടോ ഭാരമോ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്നെ ഒരു മിസ് കോൾ അടിച്ചാൽ മതി. അപ്പം ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അത്രയ്ക്കും എൻ്റെ ഒരു ഊന്നുകാലായിരുന്നു അവൾ. അതുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. ഒരിക്കലും അങ്ങനെ തോന്നരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്നതിന് മുൻപ് തന്നെ പറയുന്നുണ്ട്, അതായത് അവൾക്കൊരു സംശയമുണ്ട്. അതായത് അലീനയ്ക്കൊരു സംശയമുണ്ട്. നിങ്ങളുടെ ഭാര്യ മക്കളൊക്കെ ഇവിടെ ഉണ്ടോ ഇല്ലേ, അതോ വേറെ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം ബാലചന്ദ്രൻ്റെ അറിവിൽ അയാൾക്കൊരു ഭാര്യയുണ്ട് മക്കളുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഭാര്യയും മക്കളെയൊക്കെ ഉണ്ട്, പക്ഷേ അവരൊന്നും ഇവിടെയല്ല താമസിക്കുന്നത്, വേറൊരു സ്ഥലത്താണ്. ഇത് ഞാൻ എൻ്റെ തോട്ടം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തൊരു എസ്റ്റേറ്റ് ആണ്. അവർ താമസിക്കുന്നത് വേറെ വീട്ടിലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർക്കും ഞാൻ എന്തായാലും അലീനയെ പരിചയപ്പെടുത്തി കൊടുത്തോളാം എന്ന് അയാൾ ഭയങ്കര കൂളായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും പോകുന്നതിന് മുൻപ് അലീനയെ നന്നായിട്ട് നോക്കണം, ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവൾക്കൊരു വിഷമം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ ഒരു രംഗം നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റില്ല. അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ഞാൻ ഇന്ന് ഇവിടെ വിട്ടു പോകുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ താമസമാക്കും. എനിക്ക് അങ്ങനെ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് നെടുമ്പുരയ്ക്ക് വീട്ടിലേക്ക് തിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് തങ്ങുമെന്ന് പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ഏതൊരു കാട്ടിലിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിന്റെ അച്ഛൻ്റെ കൈകളിൽ, അതായത് സ്റ്റാലിനി ജോസഫിൻ്റെ കയ്യിൽ നീ സുരക്ഷിതമായിരിക്കും. അയാൾ തന്നെ തന്ന വാക്കാണല്ലോ അത്. അപ്പം അയാൾ തന്നെയാണല്ലോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. അപ്പം പിന്നെ നീ ഇവിടെ സുരക്ഷിതമായിരിക്കും, നിനക്ക് ഇവിടെ ഒരു കുറവുകൾ ഉണ്ടായിരിക്കില്ല, എല്ലാത്തിനും ഇവിടെ പണിക്കാരുണ്ട്, നീ പണിയൊന്നും എടുക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാലിനി ജോസഫ് ആണെങ്കിലും അവളുടെ അടുത്ത് പറയുന്നുണ്ട്, വായിക്കാൻ ബുക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ പണി എടുക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും അച്ഛൻ ഇറങ്ങുന്നതിന് മുൻപും നമ്മൾ അലീന കൈ പിടിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്. അച്ഛൻ മരുന്ന് കുടിക്കണം, അച്ഛന് അസുഖമുള്ള കാര്യം അച്ഛന് ഓർമ്മ വേണം, ഞാനത് കൃഷ്ണമോളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പിന്നെ വേറെ ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മോളെ, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നീ അപ്പം എന്നെ വിളിക്കണം, നിനക്ക് അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛനറിയാലോ ഏത് സാഹചര്യത്തിലും ഞാൻ പിടിച്ചു നിൽക്കും, അത് അച്ഛൻ അറിയുന്ന കാര്യമാണല്ലോ. ശരിയാണ്, ഇതിനേക്കാൾ മോശപ്പെട്ട സാഹചര്യത്തിലും അലീന ജീവിച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യവും അവൾ മറികടക്കും. അപ്പോൾ അച്ഛൻ്റെ ശരീരം നന്നായിട്ട് നോക്കുക എന്നാണ് പറയുന്നത്. എന്തായാലും ബാലചന്ദ്രൻ പോകുന്നതിന് മുൻപും അലീന കരയുന്നുണ്ട്. കാരണം ആ അച്ഛനെ അവിടെ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയിട്ട് അവൾക്കൊരു താല്പര്യമില്ലാത്തതുപോലെ. കാരണം വരുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ, പോകുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രനും ആ ഒരു പ്രശ്നം തന്നെയാണ്. തൻ്റെ ഹൃദയം ഇവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു ഫീലാണ് അയാൾക്കുള്ളത്. എന്തായാലും പല സാഹചര്യങ്ങളുടെയും സമ്മർദ്ദം മൂലം ആണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അലീനയായിട്ട് എടുത്തൊരു തീരുമാനമാണ്. എല്ലാം ബാലചന്ദ്രൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് നല്ലത് വരട്ടെ, അവർ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനെ ഒരു സാക്രിഫൈസിങ് ചെയ്യുന്നത് തന്നെ. അവൾക്ക് കുറച്ച് സങ്കടപ്പെട്ടാലും വേണ്ടില്ല എന്നാണ് അവൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് നല്ലൊരു വഴികാട്ടിയായിട്ടാണ് അവൾ ഇന്നും നിൽക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും അലീനയുടെയും ബാലചന്ദ്രൻ്റെയും ഒക്കെ ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ. തൽക്കാലം ഇപ്പോൾ ബാലചന്ദ്രൻ അവിടുന്ന് പോവുകയാണ്. ഇന്നോ എവിടെയെങ്കിലുമൊക്കെ തങ്ങിയിട്ട് നാളെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അലീന എന്തായാലും ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. നല്ലൊരു അച്ഛനായിട്ട് തന്നെ സ്റ്റാലിനി ജോസഫിന് അലീനയെ അംഗീകരിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരാം.
ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.